ഓള് നേരത്തെ എഴുന്നേറ്റോ? ആമേ, എനിക്ക് അടുക്കളപ്പണിയൊക്കെ വളരെ കുറച്ചേ അറിയൂ. അമ്മ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ അതനുസരിച്ച് ഞാൻ ചെയ്തോളാം. അതൊക്കെ നോക്കാം മോളെ. ഒരു കാര്യം ചെയ്, മോൾ ചായക്ക് ഇച്ചിരി വെള്ളം വെക്കേ. ആ, അച്ഛന് മധുരം വേണ്ട കേട്ടോ. മനുവിന് മധുരം കുറച്ച് മതി. മോൾ ഇന്നലെ വീട്ടിൽ വിളിച്ചിരുന്നോ? ഇല്ല. ഞാനും സുജാത ഒന്ന് വിളിച്ചാലൊന്ന് കരുതിയതാ. പിന്നെ ഇപ്പൊ വിളിച്ചിട്ടെന്താ പ്രയോജനം? ഓരോന്ന് പറഞ്ഞ് കരയാനല്ലേ. അത് കേക്കണ്ടാന്ന് കരുതി. ആ അല്ല മോളെ, ആദ്യമോൻ എന്നാ കൊണ്ടുവരുന്നേ? അതെനിക്കറിയില്ല, അച്ഛനും അമ്മയും പറഞ്ഞില്ലല്ലോ. ആ, അമ്പലത്തിൽ വെച്ച് എന്തോ പറഞ്ഞു. പിള്ളേരാകുമ്പോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അടുപ്പം കാണിച്ചെന്നിരിക്കും. ഇപ്പൊ മനുവിന്റെ കാര്യം തന്നെ നോക്കിയേ. കുഞ്ഞുനാളില് എന്റെ അനിയത്തി ഭവാനി ഉണ്ടായിരുന്നു. അവളോടായിരുന്നു അവന് കൂടുതൽ അടുപ്പം. ഭവാനിയുടെ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാവരും ചോദിച്ചു, ഇനിയിപ്പം മനുവിന്റെ കാര്യം എന്താ ചെയ്യാന്ന്. എന്ത് ചെയ്യാനാ, ഞാൻ അവന്റെ അമ്മയല്ലേ. എനിക്കെന്താ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിഞ്ഞൂടെ? അല്ല, നിനക്ക് നിന്റെ മോനെ കാണാത്തന്നെ വിഷമമൊന്നുമില്ലേ? ഉണ്ടമ്മേ, പക്ഷേ. പിന്നെ എന്ത് പക്ഷേ? ദേ മോളെ, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് ബന്ധങ്ങളുടെ ഇടയിലെ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ എങ്ങി കൊണ്ടുവരാന്നാ നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് കുഞ്ഞിവിടെ എത്തിയിരിക്കണം. അതിലൊരു മാറ്റവും പാടില്ല. ഞാൻ പറയാമേ. പിന്നെ ഇന്നു മുതല് ചില ബന്ധുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ മനു കല്യാണം കഴിച്ചു ആ പെൺകുട്ടിയെ കാണണമെന്ന് കരുതിയിട്ടൊന്നും അല്ല. നിന്റെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തതറിഞ്ഞ് അത് ചോദിക്കാനാ വരുന്നത്. അവരെന്തെങ്കിലും ചോദിച്ചാ മിണ്ടാതിരുന്നാ മതി. ഇത്രയും കാലം ഈ കുടുംബത്തുള്ള ആരുടെ മുഖത്ത് നോക്കി അവരൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ അതിനുള്ള അവസരം അവർക്കുണ്ടല്ലോ. അമ്മേ, ഏട്ടന്റെ കാര്യമൊക്കെ മനുവിനും സാർ ചേച്ചിക്കൊക്കെ നന്നായിട്ട് അറിയാം. ഏട്ട പണ്ട് മുതലേ അങ്ങനെയാ. അതിപ്പോ പുരാണ കാലം മുതലേ അയാൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാലും ആങ്ങള തന്നെയല്ലേ. അമ്മ വിളിക്കുമ്പം മോളൊന്ന് പറഞ്ഞേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യം. നിന്റെ കുഞ്ഞ് നിന്നോടൊപ്പം തന്നെ വേണം. പേരക്കുട്ടിയോട് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ആ, ഒരു കണക്കിന് പറഞ്ഞ ഈ കല്യാണം കൊണ്ട് അതല്ലേ ഉള്ളു നേട്ടം. നിത്യാമ്മ കഴിക്കാത്തെ? അമ്മ കഴിച്ചോളാം മോനെ. നിത്യാമ്മ, ആ അങ്കിളിഞ്ഞ് തിരിച്ചു വരുമോ? പോലീസ് പിടിച്ചോണ്ടും പോയ ജീവൻ അങ്കിള്. വരണ്ട, അയാൾ തിരിച്ചു വരണ്ട. നിത്യാമ്മക്ക് പേടിയല്ലേ? എല്ലാവർക്കും അങ്ങനെ പേടിയല്ലേ? മോനെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് കഴിക്കാൻ നോക്ക്.
കാര്യം ചോദിക്കട്ടെ നിത്യാമ്മേ? എന്താ? എനിക്ക് നിത്യാമ്മയുടെ അടുത്തുനിന്ന് പോവേണ്ടി വരുമോ? അവരെന്നെ കൊണ്ടുപോവോ? പറ നിത്യാമ്മേ, അവരെന്നെ കൊണ്ടുപോവോ? പറയ്. ആദ്യക്കുട്ട, അമ്മ വിഷമിച്ചിരിക്കുമ്പോ കൂടുതൽ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണോ മക്കള് ചെയ്യുക? അമ്മയെ ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്? നിത്യാമ്മ കരഞ്ഞതൊക്കെ മോൻ കണ്ടതല്ലേ? മോനല്ലാതെ വേറെ ആര് അമ്മയെ ആശ്വസിപ്പിക്കാൻ? അതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് കൊറേ നേരം ഇരുന്നല്ലോ. അമ്മയോട് കരയണമെന്നും പറഞ്ഞല്ലോ. മോൻ കഴിക്കേ. മോനെ, നിത്യാമ്മയോട് ഇപ്പൊ ചോദിച്ച കാര്യം ഇനി മോൻ ചോദിക്കരുത്. നിത്യാമ്മയ്ക്ക് അത് സങ്കടമാവും. അതുകൊണ്ടാ അമ്മമ്മ പറയുന്നത്. ഞാൻ അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോളേ നിത്യാമ്മന്റെ ചെവി പറയാറില്ലേ, നിത്യാമ്മയുടെ അടുത്തൊന്ന് മോനെ ആരും കൊണ്ടുപോയില്ലെന്ന്. എനിക്ക് വിശ്വാസമാ കേട്ടോ. നിത്യാമ്മ എന്നെ വിട്ടുകൊടുക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടുന്ന് പോവേണ്ടി വന്ന ഞാൻ ചത്തുകളയും. എടാ, എന്താ മോനെ ഇത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതിരിക്ക. കഴിച്ചേ. മോൻ കഴിച്ചു തീർന്നോ? പോയി വായ എടുക്ക. കുട്ടികൾക്ക് എന്തറിയാം? അവര് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറയാറുണ്ടമ്മേ. ഇതിപ്പോ എന്നും ഇങ്ങനെ ഓരോ വിഷമങ്ങൾ പങ്കുവെക്കാന് അമ്മ മോളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. ദാ അടുത്തതിന്റെ ആരംഭവുമായി. അമ്മ പോയിക്കോ. നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനിപ്പിക്കാൻ നോക്കി രണ്ടാളും കരയണ്ട. കടലിൽ വീണ് കിടക്കുമ്പോ പിന്നെ വെള്ളത്തെ പേടിച്ചിട്ട് എന്തിനാ? എന്റെ വിധി അല്പം കഠിനമാണ്. മോളിന്ന് എങ്ങോട്ട് പോവാ? മോളുടെ അച്ഛനും അപ്പൂപ്പനൊക്കെ എവിടെ? അവര് പുറത്തു പോയല്ലോ. വിളിക്കണോ? വേണ്ട. അതെ, അമ്മ മോളോടൊരു കാര്യം പറയട്ടെ. ആരും അറിയരുത്. ഇല്ല. അമ്മ മോളെ കൂടെ വിടണമെന്ന് പറയുമ്പോ അച്ഛനമ്മയോട് ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ലേ? മോളുടെ മുമ്പിൽ വെച്ച് അച്ഛനമ്മയെ തല്ലിയിട്ടില്ലേ? ഇല്ലേ മോളെ? അത് ഉണ്ട്, മോള് കണ്ടിട്ടുമുണ്ട്. മോളോട് ആരെങ്കിലും അച്ഛനമ്മയെ ഉപദ്രവിക്കാറുണ്ടോന്ന് ചോദിച്ചാ ഉണ്ടെന്ന് മോള് പറയണം കേട്ടോ. ഞാൻ അച്ഛനെ കുറ്റം പറയില്ല. അതെ, അച്ഛന്റെ പേരിൽ കുറ്റം പറയാനൊന്നും അല്ല. അമ്മയ്ക്ക് മോളെ കിട്ടാൻ വേണ്ടിയാ. അമ്മയുടെ കൂടെ മോള് വന്നാലേ മോൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവുന്നറിയോ? ഒരു വീട് നിറയെ കളിപ്പാട്ടങ്ങള്, മോൾ ആഗ്രഹിക്കുന്നത് എന്തും എല്ലാം അമ്മ വാങ്ങിച്ചു തരും.
ആരെങ്കിലും ചോദിച്ചാ മോള് നേരിൽ കണ്ട കാര്യം പറഞ്ഞാ മതി. പറയില്ലേ? മോളുടെ അമ്മയല്ലേ ചോദിക്കുന്നേ. പറയാം. മിടുക്കി. അമ്മ ഇന്ന് പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും അമ്മയുടെ കയ്യിൽ ഒരു കൊട്ട ചോക്ലേറ്റ് ഉണ്ടാവും. എന്ന മോള് ചെല്ല്. ശരി. ആരാടാ? പോലീസ്? എന്താ സർ? നിങ്ങളല്ലേ ഹരി? അതെ. നിങ്ങളുടെ പേരിലൊരു പരാതി ഉണ്ടല്ലോ. പരാതിയോ? സാറേ, ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ജീവൻ വല്ലതും പറഞ്ഞുകൊണ്ടാണ്. അവൻ ഭയങ്കര പെരുങ്ങളെന്നാ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് രാമകൃഷ്ണൻ. നിങ്ങളുടെ മോളല്ലേ വീണ? അതെ സാറേ. പരാതി ഒന്ന് വീണയാ. അവരെ കൊണ്ടൊന്ന് വിളിച്ചേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓ, ഞാൻ വിളിക്കണ നീ വിളിക്കുവോ? അമ്മാവൻ വിളിക്ക. ഞാൻ വിളിക്കാം. വീണേ, വീണേ, വരൂ സർ. വീണേ. ഇരിപ്പണേ, നീ ഹരിയുടെ പേരിൽ സാധനം എടുത്ത് പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ? പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓ, പരാതി കേസ് ഞാൻ പറഞ്ഞുതരാം. ഇവര് വീട്ടിൽ താമസിക്കുന്നതേ ഇവരുടെ കുഞ്ഞിനോടൊന്ന് കൊണ്ടാൻ വേണ്ടി മാത്രമാ. അതിന് ഇയാള് തടസ്സം നിൽക്കുന്നത് മാത്രമല്ല, ഇയാൾ വരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിക്കില്ല, ഗാർഹിക പീഡനം. അയ്യോ സാറേ, ഇതൊക്കെ ഇവള് വെറുതെ പറയുന്നതാ. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. നടന്നിട്ടുണ്ട്. എന്നെ തല്ലിയിട്ടുണ്ട് സർ. അച്ഛന്റെ മുമ്പിലിട്ട് ഇയാളെന്നെ തല്ലിയിട്ടുണ്ട്. അച്ഛന്റെ മുന്നിലിട്ടല്ല, അച്ഛൻ തന്നെ തല്ലിയിട്ടുണ്ട്. അങ്ങനെ അവളുടെ കയ്യിലിരിപ്പ്. എന്താ മിസ്റ്റർ നിങ്ങളൊന്നും മിണ്ടാത്തെ? സർ, വീണ എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കുടുംബത്തിനകത്ത് കയറി വന്ന് വീണ ഞങ്ങളെ ദ്രോഹിക്കുന്നത്. ഇവളെ കുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത് നേരാ. പക്ഷേ ഇതുവരെ ആ കുഞ്ഞിനെ നോക്കി വളർത്തിയത് ഞാനും അമ്മാവനും കൂടിയാ. സാറേ, ഇവള് ഞങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോയതാ. 5-6 വർഷം ആ കുഞ്ഞിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ട് പോലുമില്ല. ഇവള് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് മോളോടുള്ള സ്നേഹവും കൊതിയും കൊണ്ടൊന്നും അല്ല. എന്റെ സമ്പാദ്യമൊക്കെ വേണം, അതിനു വേണ്ടിട്ടാ. അതെന്തായാലും ഞാൻ കൊടുക്കൂല സാറേ. അതേ ഇവനും പിന്നെ ആ കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളതാ. അല്ലാതെ ഇവളുടെ ദേഹത്തൊന്നും ആരും കൈയൊന്നും വെച്ചിട്ടില്ല. മോളെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക് സാറേ. അവള് കണ്ട കാര്യം കണ്ടതുപോലെ പറയല്ലോ. വിളിക്ക്, ഞാൻ വിളിക്കാം. അല്ലെ വേണ്ട, നീ തന്നെ വിളിക്ക്. കല്യാണി.
കല്യാണി ഇപ്പൊ വരും സാർ. മോളെ കല്യാണി ആ മോളിങ് വന്നേ. വാ മോളെ. ചെല്ലും മോളെ. മോള് പേടിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മോളുടെ ആരാ? അച്ഛൻ. അച്ഛനമ്മയെ ഉപദ്രവിക്കാറുണ്ടോ? പറ മോളെ. മോളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മയെ തല്ലാറുണ്ടോ? കല്യാണി മോള് ഭാഗ്യമുള്ളവളാ. അതുകൊണ്ടാ ഇത്രയും നല്ല അച്ഛനും മോൾക്ക് കിട്ടിയത്. മോളൊരിക്കലും അച്ഛനെ വിട്ട് പോവരുത് കേട്ടോ. ആര് വന്നാലും പോവരുത്. ഉം? സാറേ അവളെ ഇവര് പേടിപ്പിച്ചിട്ടുണ്ട് സാറേ. അയ്യോ ഞങ്ങളാ? മോളെ അങ്കിള് ചോദിച്ചതിന് മറുപടി പറ. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് മോള് കണ്ടിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ ആരെയും അങ്ങനെ ചെയ്യില്ല. എടി, നിങ്ങൾ കൂടുതൽ ബഹളമൊന്നും വെക്കണ്ട. അമ്മ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. എപ്പോഴും അമ്മ ബഹളം വെക്കുകയും ചെയ്യും, വഴക്കിടുകയും ചെയ്യും. മോള് പോയിക്കോ. സാറേ ഇവര് കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം എനിക്കെതിരെ സംസാരിക്കാം. അയ്യോ ആര്? പരാതിയെ കുറിച്ച് ഇവരറിയുന്നത് ഇപ്പോഴല്ലേ? പിന്നെ എങ്ങനെയാണോ നേരത്തെ പഠിച്ചു വെച്ചു എന്ന് പറയുന്നത്? സാറേ അത് പിന്നെ ഒരു പരാതി കിട്ടിയ അത് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയാ. എല്ലാവരോടും സംസാരിച്ച് ഈ കുടുംബത്തിന്റെ ഏകദേശ ചിത്രം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താനെങ്ങനെ നിഷ്കളങ്കം ചമയാൻ ശ്രമിക്കണ്ട. പിന്നെ സ്വത്തിന്റെ അവകാശത്തിന്റെയും നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലേ അത്തരം കാര്യങ്ങൾക്ക് കോടതിയെ സമീപിക്കണം. ഓ, അല്ലാതെ ഒരു വീട്ടിൽ കിടന്ന് അംഗം വിട്ടല്ല ചെയ്യേണ്ടത്. ഈ നാട്ടിൽ നിയമവാഴ്ചയൊക്കെ ഉണ്ടല്ലോ. ഓ സാറേ. തൽക്കാലം ഹരിയുടെ കേസ് ഏറ്റെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈശ്വര. മിസ്റ്റർ രാമകൃഷ്ണൻ. ഓ എന്തോ സാറേ? കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് നിങ്ങളല്ലേ? ആണ് സാർ. തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുത്ത് തീരുമാനിക്ക്. ഓ, എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. ശരി. ഇതാണല്ലേ വേറെ ആൾക്കാർ അന്വേഷിച്ചു പോലീസ് വരും പറഞ്ഞ? ഇനിയിപ്പോഴേ ഈ കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തോളാം കേട്ടാ? ഓ എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടം. അച്ഛനെ ആരും ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, ആ കുഞ്ഞിനുള്ള ബോധം പോലും ആ കേറിപ്പോയവർക്ക് ഇല്ലല്ലോ. അമ്മാവൻ വീണയോട് വഴക്കിനൊന്നും പോണ്ട.
എന്ത് വഴക്ക്? ഇതിന് പരിഹാരമോ വേണ്ടേ?